السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. റിയാദ് സ്വാലിഹീൻ ഹദീസ് നമ്പർ 21 നീണ്ട ഹദീസാണ്. വഅൻ അബ്ദുല്ലാഹി ഇബ്നു കഅബ് ഇബ്നു മാലിക്, ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ അബ്ദുല്ലാഹ് എന്നവരാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. വക്കാന ഖായിദ കഅബിൻ റളിയല്ലാഹു തആല അൻഹു, തൻ്റെ ബാപ്പയായ കഅബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഗൈഡായിരുന്നു ആര്? ഈ അബ്ദുല്ലാഹ് എന്നവർ. മിൻ ബനിഹി, മക്കളുടെ കൂട്ടത്തിൽ. എപ്പോൾ? ഹീന അമിയ, കഅബ് റളിയല്ലാഹു തആല അൻഹുവിനക്ക് അന്ധനായപ്പോൾ, കണ്ണ് കാണാത്ത, വയസ്സായിട്ട് കണ്ണ് കാണാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ, ഖാല സമിഅ്തു കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, കഅബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നതായി ഞാൻ കേട്ടു. യുഹദ്ദിസു ബിഹദീസി, തൻ്റെ വർത്തമാനം. ഹീന തഖല്ലഫ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും മാറി നിന്നപ്പോൾ, അഥവാ പങ്കെടുക്കാതെ നിന്നപ്പോൾ. ഫി ഗസ്വത്തി തബൂക്കിൻ, എവിടെ? തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നപ്പോൾ. ഖാല കഅബുൻ, കഅബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ലം അതഖല്ലഫ് അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഞാൻ മുമ്പ് ഒരിക്കലും വിട്ടുനിന്നിട്ടില്ല. ഫി ഗസ്വത്തിൻ ഗസാഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ ഒരു യുദ്ധത്തിലും. ഇല്ല ഫി ഗസ്വത്തി തബൂക്ക്, തബൂക്ക് യുദ്ധത്തിൽ ഒഴികെ. അപ്പോൾ തബൂക്കിൽ മാത്രം എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ഗൈറ അന്നി ഖദ് തഖല്ലഫ്തു ഫി ഗസ്വത്തി ബദർ, ബദറിൽ എനിക്ക് വിട്ടു നിൽക്കേണ്ടി വന്നു, അതല്ലെങ്കിൽ ഞാൻ പങ്കെടുത്തിരുന്നില്ല. വലം യുഅതബ് അഹദുൻ തഖല്ലഫ അൻഹു, ബദറിൽ പങ്കെടുക്കാത്തത് കൊണ്ട് ആർക്കും ആക്ഷേപം ഉണ്ടായിരുന്നില്ല. എന്തേന് കാരണം? ഇന്നമാ ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വൽ മുസ്ലിമൂന യുരീദൂന ഇറ ഖുറൈശ്, അള്ളാഹുവിൻ്റെ റസൂൽ അതുപോലെ മുസ്ലിമീങ്ങളും ബദറിലേക്ക് പുറപ്പെട്ടത് ഈറ ഖുറൈശ്, ഖുറൈശ് കച്ചവട സംഘത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഹത്താ ജമഅ അല്ലാഹു തആല ബൈനഹും വബൈന അദുവ്വിഹിം, അങ്ങനെ അവരും ശത്രുക്കളും ഒരുമിച്ച് കൂടി. അലാ ഗൈരി മിആദ്, നേരത്തെ തീരുമാനിച്ചത് പ്രകാരമായിരുന്നില്ല, ഒരു അപ്രതീക്ഷിത യുദ്ധമാണ് അവിടെ നടന്നത്. വലഖദ് ശഹിദ്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ അഖബ, ഞാൻ അഖബ രാത്രി, അഖബ എന്ന് പറഞ്ഞാൽ ഹിജ്റയുടെ മുന്നോടിയായി നടന്ന കരാറാണ് മദീനക്കാരുമായിട്ട്. ആ മദീനക്കാർ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. ആ അഖബ ഉടമ്പടിയിൽ ഞാൻ ഉണ്ടായിരുന്നു. ഹീന തവാഫഖന അലൽ ഇസ്ലാം, നമ്മളൊക്കെ മുസ്ലിം ആകുന്നു എന്നൊരു എഗ്രിമെൻറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് നടത്തിയപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. വമാ ഉഹിബ്ബു അന്ന ലീ ബിഹാ മശ്ഹദ ബദർ, എനിക്കാണെങ്കിൽ അതിന് പകരമായിട്ട് ബദറിനെ, അല്ലെങ്കിൽ ബദറിൽ പങ്കെടുക്കുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടം ആ ബൈഅത്തുൽ അഖബയിൽ പങ്കെടുക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ, മഹാനവറുകൾ പറയുന്നത്, എനിക്ക് എൻ്റെ ഒരു വീക്ഷണത്തിൽ ഞാൻ കാണുന്നത് ആ അഖബയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. കാരണം അഖബ എന്നുള്ള ആ ഒരു ഉടമ്പടി, അതായിരുന്നു ശരിക്കും മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകാനുള്ള കാരണം. ഹിജ്റ പോയത് കൊണ്ടാണല്ലോ ബദർ നടന്നത്. വഇൻ കാനത് ബദറുൻ അദ്കറ ഫിന്നാസ്, ബദർ ജനങ്ങളുടെ മനസ്സിൽ വളരെയധികം സ്മരിക്കേണ്ട, അതല്ലെങ്കിൽ കൂടുതൽ ഫേമസ് ആണ് എങ്കിലും എനിക്ക് അഖബയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ വലിയ ഭാഗ്യമായി കാണുന്നു. വക്കാന മിൻ ഖബരി ഹീന തഖല്ലഫ്തു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഞാൻ പിന്മാറി, അതല്ലെങ്കിൽ ഞാൻ ബേക്കോട്ടടിച്ച് എനിക്ക് പങ്കെടുക്കാൻ കഴിയാത്ത ആ ഒരു സ്റ്റോറിയെക്കുറിച്ച് പറയുകയാണ്. ഫി ഗസ്വത്തി തബൂക്കിൻ, എന്തേ കാരണം? അന്നീലം അക്കുന്നു ഖത്തു അഖ്വ, ഞാൻ ഒരിക്കലും നല്ല കരുത്ത്, ശാരീരികമായി കരുത്തുള്ളവനായിരുന്നില്ല. വല ഐസറ, എനിക്ക് നല്ല സാമ്പത്തിക ശേഷിയും ഉണ്ടായിരുന്നില്ല. മിന്നി, ആ സമയത്ത് ഹീന തഖല്ലഫ്തു അൻഹു ഫീ തിൽക്കൽ ഗസ്വത്തി,
ആ യുദ്ധത്തിൽ പങ്കെടുത്ത സമയത്ത് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ സാമ്പത്തിക ശേഷിയും ശാരീരിക കരുത്തൊക്കെ എനിക്ക് എപ്പോൾ ഉണ്ടായി? ആ തബൂക്ക് യുദ്ധത്തിലേക്ക് പോകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് ആവശ്യപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഞാൻ പോകേണ്ടവനായിരുന്നു. വല്ലാഹി മാ ജമഅതു ഖബലഹാ റാഹിലത്തൈനി, എനിക്ക് ആ തബൂക്ക് യുദ്ധം സംഭവിക്കുന്ന അതിനു മുമ്പ് എനിക്ക് 2 ഒട്ടകമുണ്ടായിരുന്നില്ല, 2 വെഹിക്കിൾ ഉണ്ടായിരുന്നില്ല. ഹത്താ ജമഅതുഹുമാ ഫീ തിൽക്കൽ ഗസ്വ, അതായത് സാമ്പത്തികമായി എനിക്ക് നല്ല ശേഷി ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. അന്നത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശേഷിയാണ് ഒട്ടകം സ്വയം ഉണ്ടാവുക എന്നുള്ളത്. 2 ഒട്ടകമാണ് എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ശാരീരികമായും സാമ്പത്തികമായും എനിക്ക് നല്ല ശേഷിയുള്ള ഒരു സമയത്തായിരുന്നു. അത് പറയുന്നത് ഞാൻ എന്തായാലും പങ്കെടുക്കേണ്ടവനായിരുന്നു, എനിക്കൊരു ഉദുറും ഇല്ല, ഒരു എക്സ്ക്യൂസും ഇല്ല എന്ന് പറയാൻ വേണ്ടിയാണ്. വലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുരീദു ഗസ്വത്തൻ ഇല്ലാ വറ ബിഗൈരിഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണഗതിയിൽ ഒരു യുദ്ധത്തിന് വേണ്ടി ഉദ്ദേശിച്ചാൽ ഇല്ലാ വറ എന്ന് പറഞ്ഞാൽ തൗരിയത്ത്, ഒരു കാര്യം മറച്ചു വെച്ച് മറ്റൊന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ സംസാരിക്കുക. അങ്ങനെയായിരുന്നു മറ്റു യുദ്ധങ്ങളുടെ വിഷയമാണെങ്കിൽ. ഹത്താ കാനത്തിൽ ഗസ്വ, ഈ യുദ്ധത്തിൻ്റെ സാഹചര്യം വന്നപ്പോൾ ഫഗസാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കെടുത്തു. ഫീ ഹർരിൻ ശദീദ്, അതിശക്തമായ ചൂടുള്ള സമയത്തായിരുന്നു. വസ്തഖ്ബല, മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരിടേണ്ടി വരുന്നു സഫറൻ ബഈദൻ, നീണ്ട യാത്ര, അതുപോലെ വമഫാസൻ, വളരെ വിശാലമായ മരുഭൂമി എന്ന് പറഞ്ഞാൽ വിശാലമായ മരുഭൂമിയിലൂടെ നീണ്ട യാത്രയായിരുന്നു ആ യുദ്ധത്തിലുണ്ടായിരുന്നത്. അതുപോലെ വസ്തഖ്ബല അദദൻ കസീറ, ധാരാളം ആളുകൾ അവിടെ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ വലിയ ഒരു ജനവ്യൂഹത്തെ തന്നെ നേരിടാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിരുന്നത്. ഫജല്ല അലിൽ മുസ്ലിമീന അംറഹും, നേരത്തെ പറഞ്ഞല്ലോ തൗരിയത്ത് മറച്ചു വെക്കുക പതിവായിരുന്നു. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു? ഫജല്ല അലിൽ മുസ്ലിമീന അംറഹും, തബൂക്ക് യുദ്ധത്തിൻ്റെ സാഹചര്യം അങ്ങനെയായതുകൊണ്ട്, അത്ര ദൂരെയുള്ളത് കൊണ്ടും അത്രയും വലിയ ഒരു പ്രിപ്പറേഷൻ ആവശ്യമുള്ളത് കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കി അംറഹും, അവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധത്തെക്കുറിച്ച് എവിടേക്കാണ് പോകുന്നതെന്നൊക്കെ. ലിയതഅഹബു ഉഹ്ബത ഗസ്വിഹിം, എന്തിനാണ്? അവർക്കാവശ്യമായ സർവ്വ സജ്ജീകരണങ്ങളും അവർ ഒരുക്കട്ടെ, സ്വഹാബികൾ ഒരുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അഖ്ബറഹും ബിവജ്ഹിഹിമുല്ലദി യുരീദു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്ന് വ്യക്തമായി സ്വരീഹായി പറഞ്ഞു. തൗരിയത്തല്ല നടത്തിയത്. വൽ മുസ്ലിമൂന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കസീർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം മുസ്ലിമീങ്ങൾ ധാരാളമുണ്ടായിരുന്നു. വലാ യജ്മഉഹും കിതാബുൻ ഹാഫിദുൻ, അവരെയൊക്കെ എത്രയാണ് എന്ന് പറയുന്ന ഒരു രേഖ ഉണ്ടായിരുന്നില്ല. യുരീദു ബിദാലിക ദീവാൻ, അതായത് നമ്മളിപ്പോൾ സാധാരണ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ രജിസ്ട്രേഷൻ ഉണ്ടാവും. അപ്പോൾ രജിസ്ട്രേഷനിൽ നമുക്ക് എത്ര പേര് പങ്കെടുത്തു എന്ന് പറയാൻ പറ്റും, ഓരോരുത്തരെ സൈനോ അതല്ലെങ്കിൽ ഓരോരുത്തരുടെ പേരോ എഴുതിയിട്ട്. അപ്പോൾ ആ എഴുതുന്ന ആളും രേഖയും സംവിധാനങ്ങളൊക്കെ നമുക്കുണ്ടാകാറുണ്ട്. ഇപ്പോൾ പിന്നെ AI ഉപയോഗിച്ചിട്ട് എത്രയാൾ വന്നു എന്നുള്ളത് ക്യാമറ കൊണ്ട് തന്നെ പറയാൻ പറ്റും. പക്ഷെ അക്കാലഘട്ടത്ത് അങ്ങനെയല്ല. അതല്ലെങ്കിൽ അതിനായിട്ട് ഒരാളെ ഡെഡിക്കേറ്റായിട്ട് ഒരാളുണ്ടായിരുന്നില്ല എത്ര പേര് പങ്കെടുത്തു എന്ന് പറയാൻ വേണ്ടി. അതുകൊണ്ടാണ് ഒരു കൃത്യമായ എണ്ണം പറയാതെ കസീറുൻ, ധാരാളം മുസ്ലിമീങ്ങൾ പങ്കെടുത്തു എന്ന് പറഞ്ഞത്. ഫഖല്ല റജുലുൻ യുരീദു അൻ യതഗയ്യബ ഇല്ലാ ലന്ന അന്ന ദാലിക സയഖ്ഫാ ബിഹി മാ ലം യൻസിൽ ബിഹി വഹ്യുൻ മിനല്ലാഹ്. ഫഖല്ല റജുലുൻ യുരീദു അൻ യതഗയ്യബ, യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി വിചാരിച്ച ഒരാളും ഉണ്ടായിരുന്നില്ല. ഇല്ലാ ലന്ന അന്ന ദാലിക സയഖ്ഫാ ബിഹി, അങ്ങനെ പോയില്ലെങ്കിൽ ആരും അറിയില്ല. മാലം യൻസിൽ ബിഹി വഹ്യു മിനല്ലാഹ്, അല്ലാഹു തആല വഹി ഇറക്കിയാൽ മാത്രമേ അറിയുകയുള്ളൂ എന്ന്. വഗസാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിൽക്കൽ ഗസ്വ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യുദ്ധത്തിൽ പങ്കെടുത്തു. ഹീന ത്വാബത്തി സിമാർ,
ധാരാളം പഴങ്ങൾ കായ്ക്കുന്ന സമയത്ത്, ആ സമയം മദീനയിൽ വ്യത്യസ്ത ഇനത്തിലുള്ള പഴങ്ങൾ ലഭിക്കുമായിരുന്നു. വദ്ദിലാലു, അതുപോലെ ഷേഡുകൾ, തണലുകൾ, അതായത് നല്ല നല്ല മരങ്ങൾ ഉള്ള സമയത്തായിരുന്നു. അന ഇലൈഹ അസ്അർ, എനിക്കാണെങ്കിലോ അതിലേക്ക് വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ ഒരു വീക്ക്നെസ്സായിരുന്നു ഈ സിമാറും ലിലാലും ഒക്കെ, നല്ല പഴങ്ങളും നല്ല ഷേഡും നല്ല മരങ്ങളൊക്കെ എൻ്റെ വീക്ക്നെസ്സാണ്. ഞാൻ അത് നോക്കിയാൽ അവിടെ തന്നെ ബാക്കിയാവും. ആ രൂപത്തിലുള്ള വ്യക്തിയാണ് ഞാൻ. ഫതജഹസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വൽ മുസ്ലിമൂന മഅഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മുസ്ലിമീങ്ങളും അങ്ങനെ പ്രിപ്പയറായി, റെഡിയായി. വതഫിഖ്തു അഗ്ദു, ഞാനും രാവിലെ പോകാൻ തുടങ്ങി. ലിക്കൈ അതജഹസ മഅഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം കൂടാൻ വേണ്ടി. ഫഅർജിഉ, അങ്ങനെ ഞാൻ വൈകുന്നേരമാകുമ്പോൾ അല്ലെങ്കിൽ പോയി മടങ്ങുന്നു. വലം അഖ്ലി ഷൈഅ, ഞാനൊന്നും ചെയ്തിട്ടില്ല. വഅഖൂലു ഫീ നഫ്സി, ഞാൻ സ്വയം പറയാറുണ്ടായിരുന്നു, അന ഖാദിറുൻ അലാ ദാലിക ഇദാ അറദ്തു, എനിക്ക് കാര്യമായിട്ട് പോകണമെന്നുള്ള പ്രിപ്പറേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രിപ്പറേഷൻ ചെയ്യാൻ കഴിയുമായിരുന്നു, ഒരുങ്ങാൻ കഴിയുമായിരുന്നു. പക്ഷേ ഞാൻ ഒരുങ്ങിയിട്ടില്ല. ഫലം യസൽ യതമാദ്ദാ ബിഹി, അങ്ങനെ ഞാൻ തന്നെ നീട്ടി. അതായത് നമ്മൾ പറയില്ലേ പ്രോക്രാസ്റ്റിനേഷൻ, ഡിലേയിങ്, വെറുതെ ഇങ്ങനെ പിന്നെ ചെയ്താൽ മതി, പിന്നെ ചെയ്യുക. ഹത്തസ്തമറ ബിന്നാസിൽ ജിദ്ദു, അങ്ങനെ ജനങ്ങൾ നല്ല ഗൗരവത്തോടെ ഒരുങ്ങി. ഞാനാണെങ്കിലോ അത്രയൊന്നും ശ്രദ്ധിക്കാതെ ഫുൾ പ്രിപ്പറേഷൻ, ഇപ്പം വേണ്ട പിന്നെ ചെയ്യാമെന്നുള്ള നിലക്ക് ഞാനിങ്ങനെ നീട്ടി. ഫഅസ്ബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗാദിയൻ, അങ്ങനെ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ പുറപ്പെട്ട് കഴിഞ്ഞു. വൽ മുസ്ലിമൂന മഅഹു, മുസ്ലിമീങ്ങൾ കൂടെ. വലം അഖ്ലി മിൻ ജിഹാസി ഷൈഅ, എൻ്റെ പ്രിപ്പറേഷൻ, എൻ്റെ ഒരുക്കങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. സുമ്മ ഗദൗതു ഫറജഅതു, അങ്ങനെ ഞാൻ അന്നും പോയി തിരിച്ചു വന്നു. വലം അഖ്ലി ഷൈഅ, പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെട്ടതിന് ശേഷവും എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഫലം യസൽ യതമാദ്ദാ ബി, അങ്ങനെ ഞാൻ ഇങ്ങനെ നീട്ടി ഹത്താ അസ്റഉ വതഫാറത്തൽ ഗസ്വു, അവർ പോയി, സഹാബികൾ പോയി. വതഫാറത്തൽ ഗസ്വു, ആ യുദ്ധത്തിന് പോയ സംഘം ദൂരത്തായി. ആ യുദ്ധത്തിന് പോയ സംഘം എന്തായി? കണ്ണത്താ ദൂരത്തായി എന്ന് പറഞ്ഞാൽ എൻ്റെ മടി കാരണം എനിക്കവരെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നർത്ഥം. ഫഹമംതു അൻ അർതഹില ഫഅദ്റകഹും, അങ്ങനെ ഞാനൊന്ന് യാത്ര പോയി അവരെ പിന്നെ ക്യാച്ച് ചെയ്താലോ എന്ന് ഞാൻ വിചാരിച്ചു. ഫയാ ലൈതനി ഫഅൽതു, എപ്പോഴാണ് പറയുന്നത്? എത്രയോ 10-50 വർഷങ്ങൾക്ക് ശേഷം പറയുന്നത്. യാ ലൈതനി ഫഅൽതു, ഞാൻ അന്നേരം ലേറ്റായാലും ഡിലേ ആയാലും ഒന്ന് ഫാസ്റ്റ് പോയിട്ട് ആ സംഘത്തിൻ്റെ കൂടെ കൂടിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. സുമ്മലം യുഖദ്ദർ ദാലിക ലീ, പക്ഷേ എനിക്കത് അല്ലാഹു തആല കണക്കാക്കിയിരുന്നില്ല. ഫതഫിഖ്തു ഇദാ ഖറജതു ഫിന്നാസി ബഅദ ഖുറൂജി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഹ്സിനുനി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെട്ടതിന് ശേഷം ഞാനും ജനങ്ങളുടെ മുമ്പിലേക്ക് പുറപ്പെടും. പക്ഷേ യുഹ്സിനുനി അന്നീ ലാ അറാലി ഉസ്വതൻ, എന്നെ വേദനിപ്പിക്കുന്ന കാര്യം, എന്നെ ദുഃഖിപ്പിക്കുന്ന കാര്യം, എനിക്കൊരു മാതൃക, എന്നെപ്പോലെ യുദ്ധത്തിൽ പങ്കെടുക്കാതെ ആരെങ്കിലും ഉണ്ടോ ഞാൻ അന്വേഷിക്കും. അപ്പോൾ ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. പക്ഷേ അങ്ങനെ മാതൃക എനിക്ക് ലഭിച്ചില്ല. ഇല്ലാ റജുലൻ മഗ്മൂസൻ അലൈഹി ഫിൻ നിഫാഖി, ജനങ്ങളൊക്കെ മുനാഫിഖ് എന്ന് ലേബലിട്ട, അതല്ലെങ്കിൽ മുനാഫിഖായ ഒരാളല്ലാതെ എനിക്ക് എൻ്റെ കൂടെ പോകാതെ നിന്ന, യുദ്ധത്തിൽ പങ്കെടുക്കാതെ മദീനയിലുള്ള ഒരാളും എനിക്ക് പിന്നെ കിട്ടിയില്ല. ഔ റജുല മിമ്മൻ അദർ അല്ലാഹു തആല മിനൽ ദുഅഫായി, അല്ലെങ്കിൽ മുനാഫിഖായിരിക്കും, അല്ലെങ്കിൽ അല്ലാഹു തആല എക്സ്ക്യൂസ് കൊടുത്ത ദുഅഫാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ശേഷി കുറഞ്ഞ രോഗിയോ സ്ത്രീകളോ അങ്ങനെയൊക്കെ ആയിട്ടല്ലാതെ എന്നെപ്പോലെ ശാരീരികമായും സാമ്പത്തികമായും കഴിവുള്ള യഥാർത്ഥ മുസ്ലിമായ ഈമാനുള്ള ഒരാളെയും ഞാൻ മദീനയിൽ കണ്ടെത്തിയില്ല. വലം യദ്കുർനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ ഓർത്തില്ല. ഹത്താ ബലഗ തബൂക്ക്, തബൂക്ക് എത്തുന്നത് വരെ. ഫഖാല, അങ്ങനെ തബൂക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഹുവ ജാലിസുൻ ഫിൽ ഖൗമി ബി തബൂക്ക്, തബൂക്കിൽ ജനങ്ങളോടൊപ്പം സ്വഹാബത്തിനോടൊപ്പം ഇരിക്കുന്ന സമയത്ത്, മാ ഫഅല കഅബ് ഇബ്നു മാലിക്, കഅബ് ഇബ്നു മാലിക് എന്ത് ചെയ്തു?
ഫഖാല റജുൽ മിൻ ബനി സലിമത്ത, ബനു സലമയിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഹബസഹു ബുറുദാഹു വന്നദുർ ഫീ ഇത്ഫൈഹി. ഹബസഹു, അദ്ദേഹം പങ്കെടുക്കാതെ മദീനയിൽ ബാക്കിയായി. എന്തേ കാരണം? ബുറുദാഹു വന്നദുർ ഫീ ഇത്ഫൈ, അതൊരു പ്രയോഗമാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സും അദ്ദേഹത്തിൻ്റെ ശരീരവും നടത്തും. അതായത് ശരീരത്തിന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ സാധാരണ ആഗ്രഹങ്ങളുണ്ടാവുമല്ലോ, ഒന്ന് സുഖിക്കണം. അതുപോലെ തൻ്റെ ഡ്രസ്സ് ഉദ്ദേശിക്കുന്നത് ഇതാണ്, അദ്ദേഹത്തിന് സ്വയം ഒന്ന് മദീനയിൽ വെച്ചുകൊണ്ട് ആസ്വദിക്കണം, ജീവിതം ആസ്വദിക്കണം. ഈ കഷ്ടപ്പാടുകൾക്കൊന്നും അദ്ദേഹം തയ്യാറല്ല, അതുകൊണ്ടാണ് അദ്ദേഹം പങ്കെടുക്കാത്തത് എന്ന് പറയുകയുണ്ടായി. ഫഖാല ലഹു മുആദ് ബിൻ ജബൽ, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ബിഅ്സമാ ഖുൽത, നീ പറഞ്ഞത് തെറ്റാണ്. വല്ലാഹി യാ റസൂലല്ലാഹ് മാ അലിംനാ അലൈഹി ഇല്ലാ ഖൈറാ, എനിക്ക് ഖൈറല്ലാതെ ഒന്നും, എന്ന് പറഞ്ഞാൽ നല്ലതല്ലാതെ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ കഅബ് പങ്കെടുത്തിട്ടില്ല എങ്കിൽ എന്തെങ്കിലും സാരമായ ഒരു എക്സ്ക്യൂസ് അദ്ദേഹത്തിന് ഉണ്ടാകാമെന്ന് ആര് പറഞ്ഞു? മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. ഫസക്കത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈലൻ്റായി. കാരണം സ്വഹാബികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വാക്കായപ്പോൾ. ഫബൈനാഹുവ അലാ ദാലിക റഅ റജുലൻ മുബീളൻ യസൂലു ബിഹി സറാബു, അങ്ങനെ അവിടെ ഉണ്ടാകുമ്പോൾ റഅ റജുലൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ കാണുന്നു, മുബീളൻ, ഒരു വെളുത്ത വസ്ത്രം ധരിച്ച ഒരാൾ, യസൂലു ബിഹി സറാബു, ദൂരെ ഇങ്ങനെ മരീചികയിൽ ഒരു വെളുത്ത വസ്ത്രം ധരിച്ച ഒരാൾ ഇങ്ങനെ നീങ്ങുന്നതായി കണ്ടു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പം നബി തങ്ങൾ പറഞ്ഞു, കുൻ അബാ ഹൈസമ, അത് അബാ ഹൈസമയാകട്ടെ. അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓരോ സ്വഹാബയുടെ ശരീരപ്രകൃതി അറിഞ്ഞിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫൈദാഹു അബു ഹൈസമ, അങ്ങനെ ആ സ്വഹാബി അടുത്തെത്തിയപ്പോൾ ആരായിരുന്നു? അദ്ദേഹം അബു ഹൈസമ തന്നെയായിരുന്നു. വഹുവല്ലദീ തസദ്ദഖ ബിസാഇ തംറി ഹീന ലമസഹുൽ മുനാഫിഖൂൻ, അദ്ദേഹമാണ് ശരിക്കും എന്ത്, ഒരു സാഇ തംറ് കാരക്ക് സദഖ ചെയ്തവൻ. ഹീന ലമസഹുൽ മുനാഫിഖൂന, മുനാഫിഖുകൾ അദ്ദേഹത്തെ ഒന്ന് തുറിച്ചു നോക്കിയപ്പോൾ, അഥവാ ഒന്ന് കളിയാക്കി, അതല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ട് നോക്കി. ഖാല കഅബുൻ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ഫണ്ട് ക്യാമ്പയിൻ നടത്തിയിരുന്നു, സ്വതക്കയുടെ ക്യാമ്പയിൻ നടത്തിയിരുന്നു. അപ്പോൾ ഓരോരുത്തരും അവരിൽ കഴിയുന്ന സഹായം യുദ്ധത്തിന് വേണ്ടി ചെയ്തു. അബൂ ഹൈസമക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കൊണ്ടുവന്നത് ഒരു സാഴ് തംർ കാരക്ക മാത്രമായിരുന്നു. അത് നോക്കിയിട്ട് മുനാഫിക്കുകൾ കളിയാക്കിയിരുന്നു. എനിവേ, ഫലമ്മ ബലഗനി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് തവജ്ജഹ ഖാഫില മിൻ തബൂക്ക്, അങ്ങനെ തബൂക്കിൽ നിന്നും തിരിച്ചു വന്നു എന്ന ന്യൂസ് എനിക്ക് കിട്ടിയപ്പോൾ ഹളറനി ബസി എന്ന് പറഞ്ഞാൽ എൻ്റെ ആകുലതയും എൻ്റെ ദുഃഖവും എന്നെ വല്ലാതെ അലട്ടിനർത്ഥം. ഫതഫിഖ്തു അതദക്കറുൽ കദിബ, അങ്ങനെ ഞാൻ കളവ് പറയട്ടെയോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു തുടങ്ങി. വഅഖൂലു, ഞാൻ പറയട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ബിമ അഖ്റുജു മിൻ സഖതിഹി ഗദൻ വഅസ്തഈനു അലാ ദാലിക ബികുല്ലി ദി റഅയിൻ മിൻ അഹ്ലി, ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, നാളെ വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കും, എങ്ങനെയാണ് നബി തങ്ങളുടെ ആ കോപത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെടുക. വഅസ്തഈനു അലാ ദാലിക ബികുല്ലി ദി റഅയിൻ മിൻ അഹ്ലി, എൻ്റെ നാട്ടുകാരോടും എൻ്റെ കുടുംബക്കാരോടൊക്കെ, എനിക്ക് വിശ്വസിക്കുന്നവരോടൊക്കെ ഞാൻ അഭിപ്രായം ചോദിച്ചു, നാളെ വന്നാൽ എന്താണ് ഞാൻ നബി തങ്ങളോട് പറയുക, ഒരു കാരണം പറയണ്ടേ. ലമ്മ ഖീല, അങ്ങനെ പറയപ്പെട്ടപ്പോൾ, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് അളല്ല ഖാദിമൻ സാഹ അന്നി അൽ ബാത്തിലു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് എത്തിയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ആ തെറ്റായ ചിന്തകളൊക്കെ പോയി, കളവ് പറയാഞ്ഞാലോ എന്ന ചിന്തയൊക്കെ പോയി. ഹത്താ അറഫ്തു അന്നീ ലം അൻജു മിൻഹു ബിശൈഇൻ അബദ, അങ്ങനെ ഞാൻ മനസ്സിലാക്കി എനിക്കൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് നിന്ന്, അവിടുത്തെ ആ സന്നിധിയിൽ നിന്ന് എനിക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. ഫഅജ്മഅതു സിദ്ഖഹു, അങ്ങ് ഞാൻ ഉറപ്പിച്ചു നബി തങ്ങളോട് സത്യം മാത്രമേ പറയുകയുള്ളൂ. വഅസ്ബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാദിമൻ,
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാവിലെയാകുമ്പോൾ മദീനയിലെത്തി. വക്കാന ഇദാ ഖദിമ മിൻ സഫരിൻ ബദഅ ബിൽ മസ്ജിദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണഗതിയിൽ ഒരു യാത്ര കഴിഞ്ഞാൽ നേരെ മദീന പള്ളിയിലേക്ക് വരും. ഫറകഅ ഫീ റകഅതൈനി, 2 റക്അത്ത് നിസ്കരിക്കും. സുമ്മ ജലസ ലിന്നാസി, പിന്നെ ജനങ്ങളുടെ മുമ്പിൽ ഇരിക്കും. ഫലമ്മ ഫഅല ദാലിക ജാഅഹുൽ മുഖല്ലഫൂന. അപ്പോൾ സാധാരണഗതിയിൽ ഒരു യാത്ര കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കാറുണ്ടായിരുന്നു. ഈ തബൂക്ക് കഴിഞ്ഞ് അവിടെ മദീന പള്ളിയിൽ ഇരുന്നപ്പോൾ ജാഅഹുൽ മുഖല്ലഫൂന, യുദ്ധത്തിൽ പങ്കെടുക്കാത്ത എന്നെപ്പോലെയുള്ള കുറേ ആളുകളുണ്ടല്ലോ, അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നു. യഅ്തദിറൂന, ഉദുർ ചോദിച്ചുകൊണ്ട്, എക്സ്ക്യൂസ് ചോദിച്ചുകൊണ്ട്, വയഹ്ലഫൂന ലഹു, മാത്രമല്ല സത്യം ചെയ്യുകയും ചെയ്യും. അതായത് ആ വന്നവരൊക്കെ ആരായിരുന്നു? മുനാഫിക്കുകളായിരുന്നു, കപടവിശ്വാസികളായിരുന്നു. അവർ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, എനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് രോഗമായിരുന്നു, എനിക്ക് സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്തെങ്കിലും കാരണം പറഞ്ഞ് അവർ യഹ്ലഫൂന, കളവ് പറയുന്നു മാത്രമല്ല അത് ഞാൻ പറഞ്ഞ സത്യമാണ് എന്നവർ സത്യം ചെയ്യുകയും ചെയ്യും. വക്കാനു ബിദ്അൻ വസമാനീന റജുല, അവർ 80-ൽ ചില്ലാനം ആളുകളുണ്ടായിരുന്നു. ഫഖബില മിൻഹും അലാനിയതഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചു. അലാനിയതഹും, അവർ പരസ്യമായി പറഞ്ഞ ആ സംഗതിയെ സ്വീകരിച്ചു. വസ്തഗ്ഫറ ലഹും, അവർക്ക് വേണ്ടി വിട്ടുപൊറുക്കലിന് ചോദിക്കുകയും ചെയ്തു. വവകല സറായിറഹും ഇലല്ലാഹ്, അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് അള്ളാഹുവിലേക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അവിടുത്തെ രാജാവ്, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് മദീന ഭരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും വലിയ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ഉണ്ടായിട്ട് അവിടെയുള്ള ആളുകൾ പങ്കെടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു എക്സ്ക്യൂസ് പറയണ്ടേ. അങ്ങനെയാണ് മുനാഫിക്കുകൾ കളവ് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടത്. ഹത്താ ജേത്തു, അങ്ങനെ കഅബ് പറയുകയാണ്, ഞാനും ചെന്നു. ഫലമ്മാ സല്ലംതു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം ചൊല്ലിയപ്പോൾ തബസ്സമ തബസ്സുമൽ മുഗ്ദബി, ഒരു ദേഷ്യക്കാരൻ ചിരിക്കുന്നത് പോലെ എന്നോട് പുഞ്ചിരിച്ചു. സുമ്മ ഖാല, പിന്നെ പറഞ്ഞു, തആൽ, ഇങ്ങോട്ട് വാ. ഫജ്അതു അംശി, ഞാനങ്ങ് നടന്നുകൊണ്ടുപോയി. ഹീന ജലസ്തു ബൈന യദൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഞാൻ ഇരുന്നു. വഖാല, അദ്ദേഹം പറഞ്ഞു, മാ ഖല്ലഫക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തേ നീ പങ്കെടുക്കാത്തത്? അലം തകുൻ ഖദ് ബിതഅത ലഹറക, നിനക്ക് സഞ്ചരിക്കാനുള്ളൊരു വാഹനം നിനക്ക് ഉണ്ടായിരുന്നില്ലയോ? ഖാല ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നി വല്ലാഹി ലൗ ജലസ്തു ഇൻദ ഗൈരിക, അങ്ങയല്ലാത്ത വേറെ ഒരാളുടെ മുമ്പിലാണ് ഞാൻ ഇരുന്നതെങ്കിൽ, മിൻ അഹ്ലി ദുനിയ, ഈ ദുനിയാവിൽ ആരുമാകട്ടെ, ലറഅയ്തു അന്നീ സഅഖ്റുജു മിൻ സഖതിഹി ബിഉദ്രിൻ, ഇങ്ങനെയുള്ള സാഹചര്യമാണെങ്കിൽ എനിക്ക് ഒരു എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ, ആ വ്യക്തിയുടെ ദേഷ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് സാധിക്കും. പക്ഷേ ലഖദ് ഉഅതീതു ജദല, എൻ്റെ കാരണം എനിക്ക് നല്ല വാദപ്രതിവാദം നടത്താൻ, അതല്ലെങ്കിൽ ഒരു വാദം മറ്റൊരാളുടെ മുമ്പിൽ കൺവിൻസ് ചെയ്യാൻ എനിക്ക് നല്ല കഴിവുണ്ട്, അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാൻ കഴിയും. പക്ഷേ വലാകിന്നി വല്ലാഹി ലഖദ് അലിംതു ലഇൻ ഹദ്ദസ്തുകൽ യൗമ ഹദീസ കദിബിൻ, എനിക്കറിയാം അള്ളാഹുവാണ് സത്യം, ഞാനെങ്ങാനും ഇന്നൊരു കളവ് പറഞ്ഞ് അങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തീരുമാനിച്ചാൽ, തർളാ ബിഹി അന്നി, അതുകൊണ്ട് ചിലപ്പോൾ തൃപ്തിപ്പെടും. പക്ഷേ ല യൂഷിക്കന്നല്ലാഹു യുസ്ഖിതുക അലയ്യ, ഞാൻ പ്രത്യക്ഷത്തിൽ അങ്ങേ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു കളവ് പറഞ്ഞാൽ അല്ലാഹു തആല എന്നെ വിടുകയില്ല, അല്ലാഹു തആല എന്നോട് കോപിക്കും. വൈൻ ഹദ്ദസ്തുക ഹദീസ സിദ്ഖിൻ, ഞാൻ നിങ്ങളോട് സത്യം പറയുകയാണെങ്കിൽ, തജ്ദു അലയ്യ ഫീഹി, അങ്ങേക്ക് എന്നോട് ദേഷ്യമുണ്ടാവും. ഇന്നി ലഅർജൂ ഫീഹി ഉഖബല്ലാഹി അസ്സ വജല്ല, പക്ഷേ അല്ലാഹു തആലയുടെ നല്ല കൂലി അല്ലാഹു തആലയുടെ ഭാഗത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു സത്യം പറയുകയാണെങ്കിൽ. വല്ലാഹി മാ കാന ലീ മിൻ ഉദുർ, ഇതാണ്, എനിക്കൊരിക്കലും ഉദുർ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. വല്ലാഹി മാ കുന്തു ഖത്തു അഖ്വാ വലാ ഐസറ മിന്നി ഹീന തഖല്ലഫ്തു അൻക, അങ്ങിൽ നിന്നും യുദ്ധത്തിന് കൂടെ വരാതെ ഞാൻ പിന്മാറിയപ്പോൾ എനിക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നു, നല്ല സമ്പത്തും ഉണ്ടായിരുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അമ്മാ ഹാദാ ഫഖദ് സദഖ, ഈ വ്യക്തി പറഞ്ഞ സത്യമാണ്. അപ്പോൾ നബി തങ്ങൾക്കറിയാം തൊട്ട് മുമ്പ് 70ഓളം ആളുകൾ കളവ് പറഞ്ഞിട്ടാണ് രക്ഷപ്പെട്ടത് എന്നറിയാം. പക്ഷേ ഈ സ്വഹാബി പറഞ്ഞത് സത്യമാണ്. ഫഖും ഹത്താ യഖ്ദില്ലാഹു ഫീക, നിൻ്റെ കാര്യത്തിൽ എനിക്ക് തീരുമാനം പറയാനില്ല, അല്ലാഹു തആല നിൻ്റെ കാര്യം തീരുമാനിക്കണം, ഞാനൊന്നും പറയുന്നില്ല, നീ പോയിക്കോ എന്ന് പറഞ്ഞു. വസാറ റിജാലും മിൻ ബനി സലമത ഫത്തബഊനി, ബനു സലമ അദ്ദേഹത്തിൻ്റെ ഗോത്രമാണ്. ആ ഗോത്രത്തിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, എന്നെ ഫോളോ ചെയ്തുകൊണ്ട് അവർ പറഞ്ഞു, വല്ലാഹി മാ അലിംനാക അദ്നബ്ത ദംബൻ ഖബല ഹാദാ, ഇതിന് മുമ്പ് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ലഖദ് അജസ്ത ഫി അല്ലാ തകൂന ഇഅ്തദർത ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിമ ഇഅ്തദറ ഇലൈഹിൽ മുഖല്ലഫൂൻ. യുദ്ധത്തിൽ പങ്കെടുക്കാത്ത പലരുമുണ്ടല്ലോ, അവരൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞതുപോലെ എക്സ്ക്യൂസ് പറയാൻ നിനക്കെന്തേ കഴിയാത്തത്? ഫഖദ് കാന കാഫിയക ദംബക ഇസ്തിഗ്ഫാർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദോഷം പൊറുക്കാനുള്ള ആ ദുആ നിൻ്റെ തെറ്റ് മതിയായിരുന്നു എന്ന് പറഞ്ഞാൽ, നീ ഒരു തെറ്റല്ലേ, ഇതുവരെ തെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ആ പറഞ്ഞാലൊരു കളവ് തെറ്റാകും, പക്ഷെ എന്നാലും അപ്പത്തന്നെ നബി തങ്ങൾ തൗബക്ക് വേണ്ടി ദുആ ചെയ്യുന്നുമുണ്ട്. അപ്പം അതുകൊണ്ട് നിനക്കൊരു തെറ്റ് ചെയ്യാമായിരുന്നല്ലോ, ഒരു കളവ് നിനക്ക് പറയാമായിരുന്നല്ലോ. ഖാല, അപ്പോൾ കഅബ് പറഞ്ഞു, ഫവല്ലാഹി മാ സാലു യുഅന്നിബൂനനി, അങ്ങനെ അവർ എന്നോട് എന്തു ചെയ്യും? എന്നെ അവർ നിർബന്ധിപ്പിക്കും, എന്നെ അവർ എന്നോട് ചൂടാവും. ഹത്താ അറത്തു അൻ അർജ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നുകൂടി നബി തങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു പോയിട്ട് ഞാനൊന്ന് ഉദ്ർ പറഞ്ഞാലോ, എക്സ്ക്യൂസ് കളവ് പറഞ്ഞാലോ എന്ന് ഞാൻ ചിന്തിച്ചു. ഫഅക്ദിബ നഫ്സി സുമ്മ ഖുൽതു ലഹും, പിന്നെ ഞാൻ അവരോട് പറഞ്ഞു, ഹൽ ലഖിയ ഹാദാ മഅയ മിൻ അഹദിൻ, ആരെങ്കിലും എന്നെപ്പോലെ ആരെങ്കിലും വേറെ ആളുകളുണ്ടോ? ഖാലൂ നഅം, അതേ, ലഖിയഹു മഅക റജുലാനി ഖാല മിസ്ല മാ ഖുൽത, നീ പറഞ്ഞതുപോലെ സത്യം മാത്രം പറഞ്ഞ 2 പേരുണ്ട്. ഖീല ലഹുമാ മിസ്ലു മാ ഖീല ലക, നിന്നോട് പറഞ്ഞതുപോലെ തന്നെയാണ് അവരോടും പറഞ്ഞത്. ഖാല ഖുൽതു മൻ ഹുമാ, ആരാണ് ഞാൻ ചോദിച്ചു. ഖാലു, ഒന്ന് മുറാറത്ത് ബിൻ റബീഉൽ അംരി എന്ന സ്വഹാബിയും രണ്ടാമത്തത് ഹിലാൽ ബിൻ ഉമയ്യ അൽ വാഖി എന്നവരും. ഖാല ഫദക്കറൂ ലി റജുലൈനി സാലിഹൈനി ഖദ് ഷഹിദാ ബദറൻ ഫീഹിമാ ഉസ്വത്തുൻ, അതേ, ഞാൻ നേരത്തെ പറഞ്ഞെന്താണ്, എനിക്ക് മാതൃകയാക്കാൻ പറ്റിയ ആരും അതിനില്ല എന്നല്ലേ. എന്നാൽ ഇപ്പോൾ 2 ബദറിൽ പങ്കെടുത്ത 2 സ്വഹാബികൾ തന്നെ ഇവിടെയുണ്ട്, അവർ തബൂക്കിൽ പങ്കെടുത്തിട്ടില്ല. ഖാല ഫമളൈതു ഹീന ദക്കറൂഹുമാ ലി, അങ്ങനെ അവരെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് പോയി. വനഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ കലാമിന അയ്യുഹ സലാസ മിൻ ബൈനി മൻ തഖല്ലഫ അൻഹു, ഞങ്ങൾ 3 പേരോട് ആരും സംസാരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർഡർ കൊടുത്തിരുന്നു. ഖാല ഫജ്തനബന നാസ, അങ്ങനെ ജനങ്ങളെ ഞങ്ങൾ ഒഴിഞ്ഞു, അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് മാറി താമസിച്ചു. ഔ ഖാല തഗയ്യറു ലനാ ഹത്താ തനക്കറത് ലീ ഫീ നഫ്സി അൽ അർള്, തഗയ്യറു ലനാ, ജനങ്ങൾ കണ്ടാലും കാണാത്തതുപോലെയാക്കും. ഹത്താ തനക്കറത് ലീ ഫീ നഫ്സി അൽ അർള്, എനിക്കാണെങ്കിൽ ഈ ഭൂമി മദീന എനിക്ക് പരിചയമില്ലാത്തൊരു സ്ഥലം പോലെ തോന്നി. കാരണം ഇത്രയും ജനിച്ചു വളർന്ന നാടാണ്, ജനങ്ങളൊക്കെ എന്നെ കാണുമ്പോൾ പിന്മാറുന്നു, അപ്പം ഞാൻ എൻ്റെ നാട്ടിൽ തന്നെയല്ലേ ഞാൻ ചിന്തിച്ചു പോയി. ഫമാഹിയ ബിൽ അർദില്ലദി അഅരിഫു, ഞാൻ അറിയുന്ന ഭൂമിയല്ല ഞാൻ ചിന്തിച്ചു പോയി. ഫലബിസ്ന അലാ ദാലിക 50 ലൈല, അങ്ങനെ 50 രാത്രി അതുപോലെയുണ്ടായിരുന്നു. ഫഅമ്മാ സ്വാഹിബായ ഫസ്തകാനാ വഖഅദാ ഫീ ബുയൂതിഹിമാ യബ്കിയാനി, നേരത്തെ പറഞ്ഞ 2 സ്വഹാബികൾ അവരാണെങ്കിലോ വീട്ടിലിരുന്ന് കരയുകയാണ്. അമ്മാ അന, ഞാനാ ഫകുന്തു അശബ്ബൽ ഖൗമി, ഞാനാണെങ്കിൽ ആ കൂട്ടത്തിൽ നല്ല യുവാവായിരുന്നു. വഅജ്ലദഹും, നല്ല കരുത്തുള്ള, ശാരീരികമായി നല്ല കരുത്തുള്ള ആളായിരുന്നു. ഫകുന്തു അഖ്റുജു ഫഅശ്ഹദു സ്വലാത്ത മഅൽ മുസ്ലിമീൻ, മറ്റ് 2 ആൾ പള്ളിയിൽ പങ്കെടുക്കുന്നില്ല, ഞാനാണെങ്കിലോ ജനങ്ങളോടൊപ്പം പള്ളിയിൽ പങ്കെടുക്കും, സ്വഹാബത്തിനോടൊപ്പം ഉണ്ടാകും. അതുഫു ബിൽ അസ്വാഖ്, ഞാൻ മാർക്കറ്റിൽ പോകും. വലാ യുകല്ലിമുനി അഹദുൻ, ഒരാളും എന്നോട് സംസാരിക്കാറില്ല. വആതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലിമു അലൈഹി, നബി തങ്ങളടുത്ത് ചെന്ന് ഞാൻ എന്ത് ചെയ്യും? നബി തങ്ങൾക്ക് സലാം ചൊല്ലും. വഹുവ ഫീ മജ്ലിസിഹി ബഅദ സ്വലാ,
നിസ്കാരം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മജ്ലിസിലുണ്ടാകുമ്പോൾ ഫഅഖൂലു ഫി നഫ്സി, അപ്പോൾ ഞാൻ സ്വയം പറയും, ഹൽ ഹറക ഷഫതൈഹി ബിറദ്ദിസ്സലാം, ഞാൻ സലാം പറഞ്ഞപ്പോൾ സലാം അടക്കിയോ എന്ന് ഞാനിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ രണ്ട് ചുണ്ടുകളേക്ക് നോക്കും, അനങ്ങുന്നുണ്ടോ. സുമ്മ ഉസല്ലി ഖരീബൻ മിൻഹു, പിന്നെ നബി തങ്ങളുടെ അടുത്ത് ഞാൻ പോയി നിസ്കരിക്കും. ഉസാരിഖുഹു നളറ, ഞാനിങ്ങനെ കട്ടിട്ട് നബി തങ്ങളെ നോക്കും. അതായത് നബി തങ്ങളെ നോക്കാനോ നബി തങ്ങൾ സംസാരിക്കുവാനോ അവകാശമില്ലല്ലോ. അപ്പം ഞാൻ പറയുന്നതൊക്കെ നബി തങ്ങൾ എന്നെ പരിഗണിക്കുന്നുണ്ടോ, എൻ്റെ സലാം അടക്കുന്നുണ്ടോ എന്ന് ഞാനിങ്ങനെ കട്ടു നോക്കും. ഫൈദാ ഖബൽതു അലാ സ്വലാത്തി നളറ ഇലയ്യ, അങ്ങനെ നമസ്കരിക്കാൻ വേണ്ടി പോയപ്പോൾ എന്നിലേക്ക് നോക്കും. വൈദൽ തഫത്തു നഹ്വ ആറള അൻഹി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോൾ നബി തങ്ങൾ എന്നിലേക്ക് നോക്കുന്നില്ല, ഞാൻ നിസ്കരിക്കുമ്പോൾ നബി തങ്ങൾ എന്നിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ നബി തങ്ങൾക്കും ഒരു കാരുണ്യമുണ്ട് ആ വ്യക്തിയോട്. പക്ഷെ അള്ളാഹുവിൻ്റെ ഓർഡറാണ്, എന്തു ചെയ്യും. നബി തങ്ങളിലേക്ക് സ്വഹാബി നോക്കുമ്പോൾ, കഅബ് നോക്കുമ്പോൾ നബി തങ്ങൾ മുഖം തിരിക്കുന്നു. അതേസമയത്ത് അല്ലാത്ത സമയത്ത് കഅബിലേക്ക് നോക്കുന്നു. ഹത്താ ഇദാ ത്വാല ദാലിക അലയ്യ മിൻ ജഫ്വത്തിൽ മുസ്ലിമീൻ, അങ്ങനെ മുസ്ലിമീങ്ങൾ ഇങ്ങനെ അകന്നു നിന്നിട്ട് ഒരുപാട് സമയമായി, അതായത് 50 ദിവസമായല്ലോ. മശൈതു ഹത്താ തസവ്വറത്തു ജിദാറ ഹാഇത അബീ ഖത്താദ, അങ്ങനെ മഹാനവറുകൾ പറയുകയാണ്, ഞാൻ എന്തു ചെയ്തു, ഈ അകൽച്ച കഴിഞ്ഞ് എനിക്കൊരിക്കലും സഹിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോൾ അബൂ ഖത്താദ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മതിലിൻ്റെ മുകളിലൂടെ ഞാനങ്ങോട്ട് വലിഞ്ഞ് കയറി. വഹുവ ഇബ്നു അമ്മി വഹബ്ബുൻ നാസി ഇലയ്യ, അദ്ദേഹം എൻ്റെ കസിൻ ബ്രദറാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്. ഫസല്ലംതു അലൈഹി, ഞാൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ മതിലിലൂടെ ഇങ്ങനെ വലിഞ്ഞ് കയറിയിട്ട് ഞാൻ സലാം ചൊല്ലിയപ്പോൾ വല്ലാഹി മാ റദ്ദ അലയ്യ സലാം, എൻ്റെ സലാം അദ്ദേഹം അടക്കിയില്ല. എൻ്റെ ഇഷ്ടപ്പെട്ട ആളാണ്, എൻ്റെ കസിൻ ബ്രദറാണ്. ഫഖുൽതു ലഹു യാ അബാ ഖത്താദ, ഞാൻ ചോദിച്ചു, അബാ ഖത്താദ അൻസുദുക ബില്ലാഹി ഹൽ തഅലമുനി ഉഹിബ്ബുല്ലാഹ വറസൂലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്കറിയുമോ ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് നിനക്കറിയില്ലയോ, പിന്നെ എന്തേ എൻ്റെ സലാം അടക്കാത്തത്. ഫസക്കത്ത, അപ്പോഴും ഞാൻ ഇഷ്ടപ്പെട്ട ഒരാൾ എൻ്റെ സലാം അടക്കിയില്ല, സൈലൻ്റായി. ഫഉത്തു ഫനാശത്തു ഫസക്കത്ത, ഞാൻ പിന്നെയും മടങ്ങി, പിന്നെയും പോയി ചോദിച്ചു. ഫസക്കത്ത, അപ്പോഴും അദ്ദേഹം ഉണ്ടാതിരുന്നു, ഒന്നും ഉണ്ടെന്നില്ല. ഫഉത്തു ഫനാശത്തുഹു, ഞാൻ പിന്നെയും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി, പിന്നെയും അദ്ദേഹത്തിനോട് റിക്വസ്റ്റ് ചെയ്തു. ഫഖാല അല്ലാഹു റസൂലുഹു അലം, നിങ്ങൾ നോക്കൂ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒറ്റ വാക്ക് മാറ്റി നിർത്തണം. ഇഷ്ടപ്പെട്ട ഒരാളെ അവിടെ നിന്ന് 3 പ്രാവശ്യം ചോദിച്ച 3ാമത്തെ പ്രാവശ്യം ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ, അല്ലാഹു റസൂലു അലം, അല്ലാഹു റസൂലു അലം, വേറൊന്നും മറുപടിയില്ല. ഫാദത്ത് ഐനായ, എൻ്റെ 2 കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകി. വതവല്ലൈതു ഹത്താ തസവ്വർതുൽ ജിദാറ, അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവിടുന്ന് പിന്തിരിഞ്ഞു പോയി. ഫബൈനാന അംസി ഫി സൂഖിൽ മദീന, അങ്ങനെ മദീന മാർക്കറ്റ് ഞാൻ നടന്നുകൊണ്ട് പോകുമ്പോൾ ഇതാ നബത്തുയും മിൻ നബത്തി അഹ്ലി ഷാം, ഷാമിൽപ്പെട്ട ഒരു കർഷകൻ, മിമ്മൻ ഖദിമ ബിത്ത്വാമി യബീഉഹു ബിൽ മദീന, ഷാമിൽ നിന്ന് ഭക്ഷണവുമായി വന്ന് മദീനയിൽ വിറ്റ് കാശുണ്ടാക്കാൻ വന്നൊരു കർഷകൻ. അദ്ദേഹം പറയുന്നു, യഖൂലു മൻ യദുല്ലു അലാ കഅബ് ഇബ്നു മാലിക്, കഅബ് ഇബ്നു മാലിക്കിനെ ആരാണ് എനിക്ക് പറഞ്ഞു തരിക എന്ന് ചോദിച്ചു. ഫതഫിഖന്നാസു യശീറൂന ഇലയ്യ, അങ്ങനെ ജനങ്ങളൊക്കെ ഇതാ കഅബ് ഇവിടെയാണ് എന്ന് ആ കർഷകനോട് പറഞ്ഞു. ഹത്താ ജാഅനി, അങ്ങനെ എൻ്റെ അടുത്തേക്ക് ആ കർഷകൻ വന്നു. ഫദഫഅ ഇലയ്യ കിതാബൻ മിൻ മലിക് ഗസ്സാൻ, ഗസ്സാൻ രാജാവിൻ്റെ ഒരു ലെറ്റർ എനിക്ക് തന്നു. വകുന്തു കാതിബൻ, ഞാനൊരു വായനയും എഴുത്തുമൊക്കെ അറിയുന്ന ആളായിരുന്നു. ഫഖറഅതുഹു, ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ഫൈദാ ഫീ, അതിലുണ്ട്, അമ്മാ ബഅദു ഫഇന്നഹു ഖദ് ബലഗനാ അന്ന സാഹിബക ഖദ് ജഫാക്, നിൻ്റെ നേതാവ് നിന്നെ മാറ്റി നിർത്തിയെന്ന് എനിക്കറിയാൻ സാധിച്ചു. വലം യജ്അൽക അല്ലാഹു ബിദാരി ഹവാനി വലാ മളിഅത്തിൻ, നിനക്ക് അവഗണനയോ അതല്ലെങ്കിൽ നിന്നെ ഒഴിവാക്കുന്ന, നിനക്ക് ഒരു ഹ്യൂമിലിയേഷൻ, നിന്നെ തരം താഴ്ത്തുന്ന രൂപത്തിലുള്ള, നിന്നെ അവഗണിക്കുന്ന രൂപത്തിലുള്ള ഒരു നാടായി നിൻ്റെ നാട് മാറാതിരിക്കട്ടെ. അതുകൊണ്ട് തന്നെ ഫൽ ഹഖ് ബി നുവാസീക, ഫൽ ഹഖ് ബിന, നീ ഞങ്ങളിലേക്ക് വന്നു ചേരൂ, നുവാസീക, നിനക്ക് അഭയം നൽകാം, നിന്നെ ആശ്വസിപ്പിക്കാം. മനസ്സിലാക്കണം, ഒരു ശത്രു
ഒരു ശത്രുവായ രാജാവ്, മുസ്ലിമീങ്ങൾ ശത്രുവായ ഒരു രാജാവ് കത്തയച്ചതാണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നാൽ നിനക്ക് ഫുൾ അഭയം നൽകാമെന്ന്. ഫഖുൽതു ഹീന ഖറഅതുഹ, ഞാൻ പറഞ്ഞു അത് വായിച്ചപ്പോൾ, വഹാദി ഐലം മിനൽ ബലായി, ഇതും അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. ഫതയമ്മംതു, ഞാൻ അങ്ങനെ വിചാരിച്ചു, തീരുമാനിച്ചു, ബിഹ അത്തന്നൂറ, അടുപ്പിൽ ഇടാൻ ഇത് ആ കത്ത്. ഫസജർത്തുഹ, ഞാൻ അങ്ങനെ അതിനെ കത്തിച്ചു കളഞ്ഞു. ഹത്താ ഇദാ മദ്തർബഊന മിന്നൽ 50, 50-40 ദിവസം കഴിഞ്ഞു. വസ്തൽബസിൽ വഹ്യു, വഹി വരാൻ താമസിച്ചു. ഇദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഅതീനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നു. ഫഖാല ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഅ്മുറുക അൻ തഅ്തസില ഇംറഅതക, നബി തങ്ങളല്ല, നബി തങ്ങളുടെ ഒരു ദൂതൻ, നബി തങ്ങൾ അയച്ച ഒരു ദൂതൻ വന്നു. എന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കുന്നുണ്ട്, അൻ തഅ്തസില, നീ വിട്ടു നിൽക്കണം, ഇംറഅതക, നിൻ്റെ ഭാര്യയെ വിട്ടു നിൽക്കണം. 40 ദിവസമായപ്പോൾ ഇനി ഭാര്യയുമായിട്ടുള്ള ബന്ധവും പാടില്ല എന്ന് പറഞ്ഞു. ഫഖുൽതു, ഞാൻ ചോദിച്ചു, തല്ലിഖുവാ, ഞാൻ തലാഖ് ചൊല്ലണോ? അമ്മാദാ ഫലു? ഫഖാല ലാ ബൽ ഇഅ്തസിൽഹാ, നീ മാറ്റി നിർത്തണം. ഫലാ തഖ്റുബന്നഹ, നീ ഭാര്യയുടെ അടുത്തേക്ക് പോലും പോകാൻ പാടില്ല. വഅർസല ഇലാ സ്വാഹിബയ്യ ബിമിസ്ലി ദാലിക്, എൻ്റെ 2 മറ്റു ചങ്ങാതിമാരുണ്ടല്ലോ, അവരോടും ഇതുപോലെയുള്ള മെസ്സേജ് അയച്ചു. ഫഖുൽതു ലിംറാത്തി, ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇൽഹഖി ബി അഹ്ലിക, നീ നിൻ്റെ വീട്ടുകാരത്തേക്ക് പോയിക്കോ. ഫകൂനി ഇൻദഹും, നീ അവരുടെ അടുക്കൽ താമസിക്കുക. ഹത്താ യഖ്ദില്ലാഹു ഫി ഹാദൽ അംർ, അല്ലാഹു തആല ഈ വിഷയത്തിൽ ഒരു തീരുമാനമാക്കുന്നത് വരെ. ഫജാഅത്ത് ഇംറാത്തു ഹിലാൽ ഇബ്നു ഹുമയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാലത്ത് ലഹു, നേരത്തെ ഉണ്ടല്ലോ ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യ നബി തങ്ങളത്തേക്ക് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന ഹിലാൽ ഇബ്നു ഉമയ്യ ശൈഖുൻ ളാഇഉൻ ലൈസ ലഹു ഖാദിമുൻ, എൻ്റെ ഭർത്താവായ ഹിലാൽ ശൈഖുൻ ളാഇഉൻ, ശേഷികെട്ട വീക്കായ ഒരു വയസ്സായ ഒരാളാണ്. ലൈസ ലഹു ഖാദിമുൻ, ഒരു സർവൻ്റ് ഒന്നുമില്ല. ഫഹൽ തക്റവൻ അഖ്ദുമഹു, ഞാൻ കുറച്ചൊക്കെ എൻ്റെ ഭർത്താവിന് ഞാൻ സർവീസ് ചെയ്യട്ടെയോ, കൂടെ ഞാൻ ഇരിക്കട്ടെയോ? ഫഖാല ലാ, പറ്റൂല. വലാകിൻ ലാ യഖ്റുബന്നക, പക്ഷേ അവൻ നിൻ്റെ അടുത്തേക്ക് വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ സർവീസ് ചെയ്തോ, പക്ഷേ അവൻ നിൻ്റെ അടുത്തേക്ക് വരാതിരിക്കട്ടെ, അതായത് അദ്ദേഹത്തിൻ്റെ ആവശ്യമായ കാര്യങ്ങളൊക്കെ നീ ചെയ്തു കൊടുത്തു. ഫഖാലത്ത് ഇന്നഹു വല്ലാഹി മാ ബി മിൻ ഹറകത്തിൻ ഇലാ ഷൈ വല്ലാഹി മാ സാല യബ്കി മുൻദു കാന മിൻ അംരിഹി. ഫഖാലത്ത്, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നഹു വല്ലാഹി മാ ബി മിൻ ഹറകത്തിൻ ഇലാ ഷൈ, അദ്ദേഹത്തിന് എൻ്റെ അടുത്തേക്ക് വരാനൊന്നും കഴിയില്ല, ഇത് മാത്രമൊന്നും അദ്ദേഹത്തിനിക്ക് ആവതില്ല. വല്ലാഹി മാ സാല യബ്കി, അദ്ദേഹം കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മുൻദു കാന മിൻ അംരിഹി മാ കാന ഇലാ യൗമി ഹാദ, ഈ കാര്യങ്ങളൊക്കെ തുടങ്ങി ഇന്ന് വരെ 40 ദിവസമായിട്ട് വീടിനുള്ളിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എൻ്റെ അടുത്തേക്ക് അങ്ങനെ വരുന്ന ആളൊന്നുമല്ല. ഖാലലി ബഅദു അഹ്ലി, അപ്പോൾ എൻ്റെ കുടുംബക്കാർ പറഞ്ഞു, ആര് കഅബ് പറയാണ്, ലവിസ്തഅദൻതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി ഇംറഅതിക, നിൻ്റെ ഭാര്യയുടെ വിഷയത്തിൽ നിനക്കും ചോദിക്കാമല്ലോ ഒരു സമ്മതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. ഫഖദ് അദിന ലിംറാത്തി ഹിലാൽ ഇബ്നു ഉമയ്യ അൻ തഖ്ദുമഹു, ഹിലാൽ ഇബ്നു ഉമയ്യക്ക് സമ്മതം കൊടുത്തിട്ടുണ്ട് എന്ത്, ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യാൻ. ഫഖുൽതു ലാ അസ്തഅദിനു ഫിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി തങ്ങളോട് ഈ വിഷയത്തിൽ സമ്മതം ചോദിക്കാൻ പോകുന്നില്ല. വമാ യുദ്രീനി മാദാ യഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് പറയുക എന്ന് എനിക്കറിയില്ല. ഇദസ്തഅദൻതു, ഞാൻ സമ്മതം ചോദിച്ചാൽ. വഅന റജുലുൻ ഷാബുൻ, ഞാൻ നല്ല യുവാവാണ്. ഫലബിത്തു ബിദാലിക 10 ലയാലിൻ, അങ്ങനെ 10 ദിവസം കഴിഞ്ഞു. ഞാൻ ഭാര്യയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും മാറ്റിവെച്ചു. ഫകാമുലന 50 ലൈല, അങ്ങനെ 50 രാത്രി ഫുള്ളായി. മിൻ ഹീന നുഹിയാൻ കലാമിന, ഞങ്ങളോട് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. സുമ്മ സ്വല്ലൈതു സലാത്തൽ ഫജ്ർ, അങ്ങനെ ഞാൻ സുബഹി നിസ്കാരം നിസ്കരിച്ചു. സ്വബാഹ 50 ലൈല, 50ാമത്തെ രാവിലെ. അലാ ലഹരി ബൈത്തിൻ മിൻ ബുയൂത്തിന, ഞങ്ങളുടെ വീട്ടിലെ സീലിംഗിൽ വെച്ച്, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ മേലെ. ഫബൈനാന ജാലിസുൻ അലൽ ഹാലിൽ ലതി ദക്കറ അല്ലാഹു തആല മിന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫബൈനാന ജാലിസുൻ, ഞാൻ ഇരിക്കുന്ന സമയത്ത് അലൽ ഹാലിൽ ദക്കറ അല്ലാഹു തആല മിന്ന, ഞങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അല്ലാഹു തആല പറഞ്ഞ ആ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ. ഫഖദ് ദാഖത്ത് അലയ്യ നഫ്സി, എൻ്റെ നഫ്സ് എനിക്ക് വളരെ ചുരുങ്ങി എന്ന് പറഞ്ഞാൽ എനിക്ക് വല്ലാതെ ടെൻഷനായി. വദാഖത്ത് അലയ്യൽ അർദു ബിമാ റഹബത്ത്, അതായത് ഈ ഭൂമി, ഈ മദീന, ഈ നാട് വളരെ വിശാലമായിരിക്കെ
എനിക്കത് വളരെ ഇടുങ്ങിയതായിട്ട് കുടുസായിട്ടാണ് തോന്നിയത്. സമയത്തു സൗത്ത സാരിഖിൻ ഔ ഫി അലാസിൽ, ഞാനൊരു ഒച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുന്ന ഒരാൾ ശബ്ദം കേട്ടു. എന്താണ്? ബിആലാ സൗത്തി, നല്ല ഉയർന്ന ശബ്ദത്തിൽ, യാ കഅബ് ഇബ്നു മാലിക് അബ്ശിർ, ഓ കഅബേ നീ സന്തോഷ വാർത്ത അറിയൂ. ഫഖറർതു സാജിദ, അങ്ങനെ കേട്ടപ്പോൾ തന്നെ ഞാൻ സുജൂദിലായി വീണു. വഅറഫ്തു അന്നഹു ഖദ് ജാഅ ഫറജുൻ, അങ്ങനെ എനിക്ക് മനസ്സിലായി സന്തോഷം വന്നിട്ടുണ്ട്. ഫആദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാസ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു ജനങ്ങൾക്ക് ബിതൗബത്തില്ലാഹി അസ്സ വജല്ല അലൈനാ, ഈ 3 പേരുടെ തൗബ അല്ലാഹു തആല സ്വീകരിച്ചു എന്നുള്ള ആ പ്രഖ്യാപനം അറിയിച്ചു. ഹീന സ്വല്ല സ്വലാത്തൽ ഫജ്ർ, എപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിൽ സുബഹി നിസ്കരിച്ചപ്പോൾ, ഫദഹബ അന്നാസു യുബശ്ശിറൂന, അങ്ങനെ ജനങ്ങളൊക്കെ സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വന്നു. ഫദഹബ ഫഖീല സാഹിബയ്യ മുബശ്ശിറൂൻ, ഫദഹബ തിബല സാഹിബയ്യ മുബശ്ശിറൂൻ, എൻ്റെ 2 സുഹൃത്തുക്കളുടെ അടുത്തേക്കും സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി സ്വഹാബികളൊക്കെ ഓടിപ്പോയി. വറഖല റജുലുൻ ഇലയ്യ ഫറസൻ, ഒരാൾ ഒട്ടകം കുതിര ഓടിച്ചു കുതിരയിൽ വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു. വസായിൻ, ചില ആളുകൾ നടന്നുകൊണ്ട് ഓടി വന്ന് എന്നോട് പറഞ്ഞു. മിൻ അസ്ലമ ഖിബലി വൗഫാലൽ ജബലി, മലയുടെ മേലെ കയറിയിട്ടും അതുപോലെ എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ടും ഒക്കെ ജനങ്ങൾ ആഘോഷിച്ചു ഈ ഒരു അനൗൺസ്മെൻറ്റ്. വക്കാന സൗത്തു അസ്റാ മിനൽ ഫറസി, ആ വന്ന ശബ്ദം കുതിരയേക്കാളും ഫാസ്റ്റായിരുന്നു. ഫലമ്മ ജാഅനി അല്ലദീ സമിഅ്തു സൗതഹു യുബശ്ശിറുനി, ആ പിന്നെ വന്ന ആൾ എന്നോട് സന്തോഷവാർത്ത അറിയിച്ചപ്പോൾ നസഅ്തു ലഹു സൗബയ്യ, സന്തോഷവാർത്ത അറിയിച്ച ആ വ്യക്തിക്ക് എൻ്റെ ഡ്രസ്സ് ഞാൻ ഊരിക്കൊടുത്തു. അതൊരു അന്നത്തെ കാലത്തുള്ള ആളെ ബഹുമാനിക്കുന്ന ഒരു ട്രഡീഷനാണ്. നമുക്ക് ഇന്ന് അതൊന്നും പിന്നെ ഡൈജസ്റ്റാവിലെ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരുത്തൻ്റെ ഡ്രസ്സ് ഇങ്ങനെ ഊരി തരിക എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു. ഒരാളുടെ ഹദിയ കൊടുക്കുന്നതിൻ്റെ ഏറ്റവും നല്ല ഒരു ശൈലി സ്വന്തം ധരിച്ച ഡ്രസ്സ് ഊരിക്കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ കസൗത്തുഹുമാ ഇയാഹു ബി ബിഷാറത്തിഹി, സന്തോഷവാർത്ത അറിയിച്ചത് കൊണ്ട് ഞാൻ അവനക്കത് കൊടുത്തു, ധരിപ്പിച്ചു. വല്ലാഹി മാ അംലിക്കു ഗൈറഹുമാ യൗമൈദിൻ, ആ 2 ഡ്രസ്സല്ലാതെ എൻ്റെ അടുത്ത് വേറെ ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല, ഞാനത് അവർക്ക് കൊടുത്തു. വസ്താർത്തു സൗബൈനി, ഞാനങ്ങനെ 2 ഡ്രസ്സ് വേറെ ഞാൻ വായ്പക്കെടുത്തു. ഫലബിസ്തുഹുമാ, ആ 2 ധരിച്ചു. വന്തലഖ്തു അതഅമ്മമു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കരുതി ഞാൻ അങ്ങോട്ട് പോയി. യതലഖാനിൻ നാസു ഫൗജൻ ഫൗജ, കൂട്ടം കൂട്ടമായിട്ട് ജനങ്ങൾ എന്നെ കാണുകയാണ്, അവരൊക്കെ സന്തോഷത്തോടെ ആഘോഷിക്കുകയാണ്. യുഹന്നിഊനനി, എന്നെ അവർ എനിക്ക് ആശംസ പറയുന്നു. ബി തൗബത്തി, അല്ലാഹു തആല തൗബ സ്വീകരിച്ച കാരണം കൊണ്ട്. വയഖൂലൂൻ, അവർ പറയുന്നു. ലിതഹ്നിക തൗബത്തുല്ലാഹി അലൈക് ഹത്താ ദഖൽതുൽ മസ്ജിദ, അങ്ങനെ ഞാൻ പള്ളിയിൽ പ്രവേശിച്ചു. ഫഇദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസുൻ ഹൗലഹു നാസു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളോടൊപ്പം അവിടെ ഇരിക്കുകയാണ്. ഫഖാമ തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു യുഹർവിലു തസാഫഹാനി വഹന്നഅനി, തൽഹത്ത് ഇബ്നു ഉബൈദില്ല ഓടി വന്ന് എന്നെ മുസാഫഹത്ത് ചെയ്തു, എന്നെ കെട്ടിപ്പിടിച്ചു, അതുപോലെ എന്നെ ആശംസിച്ചു. മുസാഫ അങ്ങനെ കെട്ടിപ്പിടിച്ചതല്ല, പിന്നെ കൈകൊണ്ട് എന്ത് ചെയ്തു? മുസാഫഹത്ത് ചെയ്യുന്ന അർത്ഥം. വല്ലാഹി മാ ഖാമ റജുൽ മിനൽ മുഹാജിറിൻ ഗൈറഹു, മുഹാജിറുടെ കൂട്ടത്തിൽ വേറെ ആരും അതുപോലെ എന്നെ ആശംസ എന്നോട് പറഞ്ഞില്ല. ഫക്കാന കഅബുൻ ലാ യൻസാ ഹാലു തൽഹ, അപ്പോൾ കഅബ്, അത് മകൻ പറയുകയാണ് ഇത് പറഞ്ഞപ്പോൾ. ഫക്കാന കഅബുൻ ലാ യൻസാ ഹാലു തൽഹ, തൽഹ റളിയല്ലാഹു തആല മാത്രം അത്രയും ആവേശത്തോടെ വന്ന് ആശംസ പറഞ്ഞതുകൊണ്ട് അതൊരിക്കലും മറന്നില്ല അർത്ഥം. ഖാല കഅബുൻ ഫലമ്മാ സല്ലംതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്രാവശ്യം ഇതുവരെ സലാം പറഞ്ഞ് മടക്കാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോൾ സലാം പറഞ്ഞപ്പോൾ ഖാല വഹുവ യബ്റുഖു വജ്ഹുഹു മിനസ് സുറൂർ, നബി തങ്ങളാണെങ്കിലോ സന്തോഷം കൊണ്ട് അവിടുത്തെ മുഖം ഇങ്ങനെ പ്രകാശിക്കുകയാണ്. അബ്ശിർ ബിഖൈരി യൗമിൻ മർറ അലൈക, നിൻ്റെ ഉമ്മ പ്രസവിച്ചതിന് ശേഷം ഇന്നുവരെ നിനക്ക് പോയ നാളുകളിൽ
ഏറ്റവും നല്ല നാളാണ് ഇന്ന് എന്ന സന്തോഷവാർത്ത നീ ഉൾക്കൊള്ളുക. വലത്തു കൗമുക്ക ഫഖുൽതു, ഞാൻ ചോദിച്ചു, അമിൻ ഇൻദിക യാ റസൂലല്ലാഹ് അമിൻ ഇൻദില്ലാഹ്, അങ്ങയാണോ അതല്ല അള്ളാഹുവിൻ്റെ ആയത്ത് വല്ലതും ഇറങ്ങിയിട്ടുണ്ടോ? ഖാല ലാ ബൽ മിൻ ഇൻദില്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് ഇറങ്ങിയ ആയത്ത് തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ വഹിയാണ്. വക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സുറ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷമായി കഴിഞ്ഞാൽ ഇസ്തനാറ വജുഹു, അവിടുത്തെ മുഖം പ്രകാശിക്കുമായിരുന്നു. ഹത്താ കാന്ന വജ്ഹു ഖിത്അതു ഖമർ, അദ്ദേഹത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ഒരു ചന്ദ്രൻ്റെ കഷ്ണം പോലെ അത്രയും നല്ല നിലയ്ക്ക് പ്രകാശിക്കുമായിരുന്നു. വകുന്നാ നഅരിഫു ദാലിക മിൻഹു, ഞങ്ങളതൊക്കെ കൃത്യമായി മനസ്സിലാക്കുമായിരുന്നു. ഫലമാ ജലസ്തു ബൈന യദൈഹി ഖുൽതു, അങ്ങയുടെ മുമ്പിൽ ഞാൻ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന മിൻ തൗബത്തി അൻ അൻഖലിയ മിൻ മാലി സദഖത്തൻ ഇലല്ലാഹി വ ഇലാ റസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂലേ, എൻ്റെ തൗബയിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഞാൻ തൗബയുടെ ഭാഗമായിട്ട് എൻ്റെ മാല്, എൻ്റെ മുതൽ അള്ളാഹുവിനും റസൂലിനും വേണ്ടി ഞാൻ മുഴുവനും നൽകുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബിത്തങ്ങൾ പറഞ്ഞു, അംസിക് അലൈക ബഅദ മാലിക ഫഹുവ ഖൈറുൽ ലക്, നിൻ്റെ മുതൽ മൊത്തം സദഖയായി നീ നൽകണ്ട, കുറച്ചും നീ നിൻ്റെ കയ്യിൽ വെച്ചോ, അതാണ് നിനക്ക് ഖൈർ. ഫഖുൽതു ഇന്നി ഉംസികു സഹമി അല്ലദീ ബി ഖൈബർ, ഖൈബർ യുദ്ധത്തിൽ എനിക്ക് കിട്ടിയ ഓഹരിയുണ്ട്, ആ ഓഹരി ഞാൻ വെക്കാം, ബാക്കിയൊക്കെ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വഴിയിൽ ഞാൻ സദഖ ചെയ്യുകയാണ്. വഖുൽതു യാ റസൂലല്ലാഹ് ഇന്നല്ലാഹ തആല ഇന്നമാ അൻജാനി ബിസ്സുദ്ഖി, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ സത്യം പറഞ്ഞത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. വഇന്ന മിൻ തൗബത്തി അല്ലാ ഉഹദ്ദിത ഇല്ലാ സിദ്ഖൻ മാ ബഖീതു, ഞാൻ ജീവിക്കുന്ന കാലത്തൊക്കെയും ഇനി സത്യമല്ലാതെ ഞാൻ പറയുകയില്ല. വല്ലാഹി മാ അലിംതു അഹദൻ മിനൽ മുസ്ലിമീന അബ്ലാഹു, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല പരീക്ഷിച്ച ഒരാളെയും ഞാൻ അറിയില്ല. ഫീ സിദ്ഖിൽ ഹദീസി, സത്യം പറഞ്ഞ കാരണം കൊണ്ട് ഇത്രയും വലിയൊരു പരീക്ഷണം കിട്ടിയ ഒരാളെയും എനിക്കറിയില്ല. മുൻപ് ദക്കർതു ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹ്സന മിമ്മാ അബ്ലാനി അല്ലാഹു തആല, അല്ലാഹു തആല എന്നെ പരീക്ഷിച്ചതിനേക്കാളും വലിയൊരു പരീക്ഷണം ഒരാൾക്കും ലഭിച്ചതായി എനിക്കറിയില്ല. വല്ലാഹി മാ തഅമ്മത്തു കിദ്ബതൻ മുൻദു ഖുൽതു ദാലിക ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ യൗമി ഹാദാ, എത്രയോ 19 വർഷങ്ങൾക്ക് ശേഷം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാനത് പറഞ്ഞതിന് ശേഷം ഇന്ന് വരെ ഞാനൊരു കളവും പറഞ്ഞിട്ടില്ല. വഇന്നീ ലഅർജു അൻ യഹ്ഫദനില്ലാഹു തആല ഫീമാ ബഖിയ, ഞാൻ മരിക്കുന്നത് വരെ കളവ് പറയാതെ തന്നെ ജീവിക്കാൻ എനിക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖാല ഫഅൻസലല്ലാഹു തആല, അങ്ങനെ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു തആല ഇറക്കിയ ആയത്ത്, ലഖദ് താബല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരീന വൽ അൻസാരി അല്ലദീന തബഉഹു ഫി സാഅത്തിൽ ഉസ്റ, ഫി സാഅത്തിൽ ഉസ്റ, വളരെയധികം ഞെരുക്കമുള്ള സമയത്ത് അൻസാറുകളും മുഹാജിറുകളും ചെയ്ത കാര്യങ്ങളൊക്കെ അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ അവർ തൗബ സ്വീകരിച്ചിട്ടുണ്ട്. ഹത്താ ബലഗ ഇന്നഹു റഊഫുർ റഹീം വഅല الثلاثة الذين خلفوا وعلى الثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض بما رحبت. ഇത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് പറഞ്ഞതായിരിക്കണം. വഅല الثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض بما رحبت, ഈ സലാസ എന്നുള്ളതാണ് ഖുർആനിൽ ഈ 3 സ്വഹാബികളെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാക്ക്. ഖുല്ലിഫു, അവർ ബേക്കിലായി, അവർ പങ്കെടുത്തില്ല. ഹത്താ ഇദാ ളാഖത്ത് അലൈഹിമുൽ അർദു ബിമാ റഹബത്, ഭൂമിയൊട്ടാകെ അവർക്ക് ഇടുങ്ങിയതായി തോന്നി, വിശാലമായ ഭൂമിയായിട്ട് പോലും. ഹത്താ ബലഗ, ഏതായത്ത് വരെ ഇത്തഖുല്ലാഹ വകൂനു മഅസ് സാദിഖീൻ എന്ന ആയത്തിൻ്റെ അവസാനം വരെ കഅബ് റളിയല്ലാഹു തആല അൻഹു ഓതി. പിന്നെ പറയാണ് കഅബ്, വല്ലാഹി മാ അൻഅമല്ലാഹു അലൈയ മിൻ നിഅമത്തിൻ ഖത്തു ബഅദ ഇദ് ഹദാനില്ലാഹു ലിൽ ഇസ്ലാമി അഅളമ ഫീ നഫ്സി മിൻ സിദ്ഖി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സത്യം പറയാൻ കഴിഞ്ഞു എന്ന ആ വലിയ അനുഗ്രഹത്തിനേക്കാളും വലിയൊരു അനുഗ്രഹം എനിക്ക് ഇസ്ലാം ആയതിനു ശേഷം വേറെ ഒന്നും ലഭിച്ചിട്ടില്ല. അല്ലാ അകൂന കദബ്തു ഫഅഹ്ലക കമാ അഹ്ലക അല്ലദീന കദബു ഇന്നല്ലാഹ തആല ഖാല ലില്ലദീന കദബു ഹീന അൻസല അൽവഹ്യ ശർറ മാ ഖാല ലിഅഹദിൻ. ഞാനെങ്ങാനും കളവ് പറഞ്ഞിരുന്നുവെങ്കിൽ കളവ് പറഞ്ഞവരോടൊപ്പം ഞാൻ നശിക്കുമായിരുന്നു. അല്ലാഹു തആല
കളവ് പറഞ്ഞവരെക്കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. സയഹ്ലിഫൂന ബില്ലാഹി ലക്കും ഇദൻ ഖലബതും ഇലൈഹിം തുഅ്രിദു അൻഹും ഫഅഅ്രിദു അൻഹും. അവരൊക്കെ സത്യം ചെയ്യും, അവർ നിന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ സത്യം ചെയ്യും, തങ്ങളിലേക്ക് വന്നാൽ കള്ളസത്യം പറയും. അങ്ങനെ കള്ളസത്യം പറഞ്ഞാൽ ഫഅഅ്രിദു അൻഹും, അവരിൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോകണം. ഇന്നഹും രിജ്സുൻ, അവർ മാലിന്യമാണ്. വമഅവാഹും ജഹന്നം, അവരുടെ സങ്കേതം, അവരുടെ അവസാനം, ഡെസ്റ്റിനി അത് നരകമാണ്. ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ യഹ്ലിഫൂന ലക്കും ലിതർളൂ അൻഹും, അവർ കള്ളസത്യം ചെയ്യുന്നത് തങ്ങൾ തൃപ്തിപ്പെടാൻ വേണ്ടി. ഫൈൻ തർളൂ അൻഹും, തങ്ങൾ തൃപ്തിപ്പെടുകയാണെങ്കിലും ഫൈനല്ലാഹ ലാ യർളാ ഖൗമിൽ ഫാസിഖീൻ, ഫാസിഖീങ്ങളായ ഖൗമിനെ തൊട്ട് അല്ലാഹു തആല തൃപ്തിപ്പെടുകയില്ല. അപ്പോൾ ഇങ്ങനെ കളവ് പറഞ്ഞവരെ തൊട്ടും അതുപോലെ കള്ളസത്യം പറഞ്ഞവരെ പറ്റിയും ഖുർആൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും ഞാൻ പെട്ടിട്ടില്ലല്ലോ എന്ന് കഅബ് റളിയല്ലാഹു തആല എത്രയോ വർഷങ്ങൾക്ക് ശേഷം പറയുകയാണ്. ഖാല കഅബ് കുന്നാ ഖുല്ലിഫ്നാ അയ്യുഹ സലാസ അൻ അംരി ഉലൈക അല്ലദീന ഖബില മിൻഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഹലഫൂ ലഹു. എല്ലാവരും കള്ളസത്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറി. അതിനെക്കുറിച്ചാണ് ഞങ്ങളെക്കുറിച്ച് ഖുല്ലിഫ എന്ന് പറഞ്ഞത്. ഫബായഅഹും വസ്തഗ്ഫറ ലഹും വഅർജഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംറന ഹത്താ ഖലല്ലാഹു ഫീഹി ബിദാലിക ഖാല അല്ലാഹു തആല വഅല الثلاثة الذين ഖുല്ലിഫൂ. അതായത് മഹാനവറുകൾ പറയുന്നത് വഅല الثلاثة الذين ഖുല്ലിഫൂ എന്ന് പറഞ്ഞല്ലോ. ഈ ഖുല്ലിഫൂ എന്ന് പറഞ്ഞത് അഥവാ പങ്കെടുക്കാതെ മാറി നിന്നു എന്ന് പറഞ്ഞത് വലൈസല്ലദീ ദക്കറ മിമ്മാ ഖുല്ലിഫ്നാ തഖല്ലുഫുനാ അനിൽ ഗസ്വി, യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന കാരണം കൊണ്ടല്ല, മറിച്ച് വഇന്നമാ ഹുവ തഖ്ലീഫുഹു ഇയാന വഇർജാഉ അംറനാ അമ്മൻ ഹലഫ ലഹു വഅതദറ ഇലൈഹി ഫഖബില മിൻഹു. അതായത് മഹാനവറുകൾ ന്യായീകരിക്കുകയാണ്. വഅല സലാസത്തിനതിനെ ഖുല്ലിഫു എന്നുള്ളിടത്ത് ആ 3 പേരെ യുദ്ധത്തിൽ നിന്ന് പിന്മാറി എന്ന നിലക്കല്ല ഖുല്ലിഫു എന്ന് പറഞ്ഞത്. അത് വളരെ മോശമല്ല കാര്യമാണല്ലോ. അവിടെ ഖുല്ലിഫു എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സത്യം മാത്രം പറഞ്ഞപ്പോൾ ആ സത്യം മാത്രം പറഞ്ഞ 3 പേരെ എന്താക്കി, പിന്നെ വഇർജാഹു അംറന, അവരുടെ കാര്യം അപ്പം തീരുമാനിക്കാതെ കുറച്ചുകൂടി ഡിലേ ആക്കി. അതിനെക്കുറിച്ചാണ് ഖുല്ലിഫു എന്ന് പറഞ്ഞത്, അല്ലാതെ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ആ ഒരു അവസ്ഥയെക്കുറിച്ചല്ല എന്ന്. ഏതായാലും നീണ്ട ഹദീസാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. ഒരുപാട് ഈ ഹദീസിൽ നിന്ന് പഠിക്കാനുള്ള ലെസൺസ് ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ ഇൻഷാ അല്ലാഹ് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.